മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനമഥേ ഹേ ചണ്ഡമുണ്ടർത്തിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹാരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ആ ദേവിയുടെ മാഹാത്മ്യം ആയിട്ടുള്ള ആ കഥകൾ നിസുംഭന്മാരുടെ വധം കൂടിയും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അതിന് ശേഷം സന്യാസി രാജാവിനോടും സുരഥ മഹാരാജാവിനോടും വൈശ്യനോടും കൂടിയിട്ട് പറയുകയാണ്, ഏതത് തേ കഥിതം ഭൂപ ദേവീ മാഹാത്മ്യമുത്തമം ഏവം പ്രഭാവാ സാ ദേവി യേദം ധാര്യത്തെ ജഗത്. ഏതത് തേ കഥിതം ഭൂപ, അല്ലയോ രാജാവേ, ഞാൻ ഇതാ ആ ദേവിയുടെ മാഹാത്മ്യം മുഴുവൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. തേ കഥിതം, അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ദേവീ മാഹാത്മ്യം ഉത്തമം, എന്താണ് പറഞ്ഞത്? ഉത്തമം ദേവീ മാഹാത്മ്യം, ഉത്തമമായിട്ടുള്ള ആ ദേവിയുടെ മാഹാത്മ്യത്തെ മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏവം പ്രഭാവാ സാ ദേവി, ആ ദേവി ഇപ്രകാരമുള്ള ആ പ്രഭാവങ്ങളോട് കൂടിയതവളാണ്. ദേവിക്ക് ഇപ്രകാരമുള്ളതായിട്ടുള്ള ശക്തിവിശേഷങ്ങളൊക്കെ ഉണ്ട്, പ്രഭാവമൊക്കെ ഉണ്ട്. യയാ ഇതം ധാര്യത്തെ ജഗത്, ആ ദേവിയാൽ തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ ധരിക്കപ്പെടുന്നത് വെച്ചാൽ നിലനിർത്തപ്പെടുന്നത്. ഈ ജഗത്തിനെ മുഴുവൻ വേണ്ട വിധത്തിൽ പാലിച്ച് നിലനിർത്തുന്നത് ആ ദേവി തന്നെയാണ്. സാ യഥാ പ്രിയത്തെ പുംസം തേ സർവേ വിഗതജ്വരാഃ വിദ്യാ തയൈവ ക്രിയത്തെ ഭഗവത് വിഷ്ണുമായയാ. സാ യഥാ പ്രിയത്തെ പുംസാം, ആ ദേവി എപ്പോഴാണോ സന്തോഷിക്കുന്നത്, പ്രിയത്തെ സന്തോഷിക്കുന്നു, എപ്പോഴാണോ ദേവിക്ക് സന്തോഷം വരുന്നത്, പുംസാം ആ ആളുകളോട് മനുഷ്യരോട് ദേവി സന്തുഷ്ടയാകുന്നത് എപ്പോഴാണോ, തേ സർവേ വിഗതജ്വരാഹ, അപ്പോൾ അവരെല്ലാവരും തന്നെ ആരോടെല്ലാമാണോ ദേവിക്ക് പ്രീതി തോന്നുന്നത് ആ സമയത്ത് അവരെല്ലാം തന്നെ വിഗതജ്വരാഹ, എല്ലാ ക്ലേശങ്ങളും ഇല്ലാത്തവരായിത്തീരുന്നു. ദേവിക്ക് പ്രീതി തോന്നിയാൽ പിന്നെ ക്ലേശങ്ങളൊന്നും അവർക്ക് ഉണ്ടാകുന്നില്ല. ജ്വരം എന്നുള്ളത് പനി എന്നുള്ള അർത്ഥമൊന്നുമില്ല അവിടെ. എല്ലാ ക്ലേശങ്ങളും ഇല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ്. വിദ്യ തയൈവ ക്രിയത്തെ, വിദ്യ ഉണ്ടാക്കിത്തരുന്നതും ആ ദേവി തന്നെയാണ്. ക്ലേശങ്ങളില്ലാതാവുന്നു എന്ന് മാത്രമല്ല, വിദ്യയും വേണ്ടതായിട്ടുള്ള വിദ്യയും നൽകുന്നു. വിദ്യ തയൈവ ക്രിയത്തെ, തയായേവ, ആ ദേവിയാൽ തന്നെ വിദ്യാക്രിയത്തെ, വിദ്യയും നൽകപ്പെടുന്നു, ഉണ്ടാക്കപ്പെടുന്നു. ഭഗവത് വിഷ്ണുമായയാ, ആ ദേവിയുടെ വിശേഷണമാണ്. തയാ ഭഗവത് വിഷ്ണുമായയാ, ഭഗവാന്റെ വിഷ്ണുവിൻ്റെ മായയായിട്ടുള്ള ആ ദേവി, വിഷ്ണുമായയായിട്ടുള്ള വിഷ്ണുവിൻ്റെ മായയായിട്ടുള്ള ആ ദേവി എല്ലാ വിദ്യയും നൽകുന്നു. തയാ ത്വമപി വൈശ്യശ്ച തഥൈവ അന്യേ വിവേകിന മോഹ്യന്തേ മോഹിതാശ്ചൈവ മോഹമേഷ്യന്തി ചാപരേ. നീ തയാ, ആ ദേവിയാൽ തന്നെയാണ്, ത്വമപി അങ്ങും, വൈശ്യശ്ച ഈ വൈശ്യനും, അങ്ങ് ആ ദേവിയുടെ അധീനത്തിൽപ്പെട്ട് മോഹത്തിനായി അജ്ഞാനം അങ്ങയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വൈശ്യനും അതുപോലെ തന്നെയാണ്. അതായത് ദുഃഖിക്കുകയാണ്, ഒരു ആവശ്യമില്ലാത്തേ കണ്ട് ഭാര്യ കുട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞ്, രാജ്യം എന്ന് പറഞ്ഞ് രാജാവ്, മറ്റേയാള് ഭാര്യ കുട്ടികൾ അവരെന്നെ എന്നോട് സ്നേഹം കാണിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എൻ്റെ മഹാര്യ, എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളതായിട്ടുള്ള സ്നേഹം, അങ്ങനെ അതൊക്കെ ഒരു തരം അജ്ഞാനാണ്. ആ അജ്ഞാനം ഉണ്ടാക്കി തരണതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ ദേവി തന്നെയാണ് എന്നാണ്. തയാ ത്വമപി, അങ്ങും ഈ വൈശ്യനും, തയഥാ അന്യേ വിവേകിന, വേറെ ഉള്ളതായിട്ട് അവിവേകിന, അന്യേ അവിവേകിന പദം മുറിക്കുമ്പോൾ അങ്ങനെ പോകും. വേറെ വിവേകമില്ലാത്ത ആൾക്കാർ അങ്ങേപ്പോലുള്ളവർ അനവധി പേരുണ്ട്. ആ എല്ലാ അവിവേകികളും തയാ ഏവ, ആ ദേവിയാൽ തന്നെ മോഹ്യന്തേ, മോഹിപ്പിക്കപ്പെടുന്നു, അജ്ഞാനത്തിന് കീഴ്പ്പെടുത്തുന്നു എല്ലാവരെയും എന്നുള്ളത്. മോഹിതാശ്ച ഏവ, അങ്ങനെ മോഹിക്കപ്പെടുമ്പോൾ, ആ അജ്ഞാനത്തിന് അധീനരാകുമ്പോൾ, മോഹമേഷ്യന്തി ചാപരേ, ഇനി മോഹിതാശ്ചൈവ, അങ്ങ് മോഹിപ്പിക്കപ്പെടുന്നുണ്ട്
ഇനിയുള്ള വേറെ ആൾക്കാരും അതുമാരെ മോഹമേഷ്യൻ്റെയും മോഹത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇനിയും അതുമാരെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങക്ക് വേറെ കുറേ ആളുകൾക്കും ഇതുമാരെ അജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ഇനി ആൾക്കാർ വരാനുണ്ട്. ഇപ്പോൾ തന്നെ ഉള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ മോഹം ഉണ്ടാവുകയും ചെയ്യും. ഇതേമാതിരി തന്നെയാണ് അവർക്കും അജ്ഞാനം ഉണ്ടാവും എന്നുള്ളതാണ്. അപരേച മറ്റുള്ളവരും ഇതുപോലെ മോഹത്തെ പ്രാപിക്കുകയും ചെയ്യും. താമുപൈഹി മഹാരാജ ശരണം പരമേശ്വരീം ആരാധിത സൈവ നൃണം ഭോഗസ്വർഗ അപവർഗത. താമുപൈഹി മഹാരാജ, അല്ലയോ രാജാവേ, താം ഉപൈഹി ആ ദേവിയെ പ്രാപിക്കൂ. ഉപൈഹി പ്രാപിച്ചാലും ആ ദേവിയെ ശരണം പ്രാപിക്കൂ എന്നർത്ഥം. ആ ദേവിയെ തന്നെ ശരണം പ്രാപിക്കൂ, ദേവിയെ തന്നെ ഭജിക്കൂ. താമുപൈഹി ഉപ ഏഹി എന്നാണ്, ഉപൈഹി എന്നുള്ളതാണ് ഉപൈഹി. ആ ദേവിയെ തന്നെ പ്രാപിക്കൂ. ശരണം പരമേശ്വരിയായ ആ ദേവിയെ തന്നെ ശരണം പ്രാപിക്കൂ. ആരാധിത ആരാധിക്കപ്പെടുമ്പോൾ സൈവ ആ ദേവി തന്നെ നൃണാം മനുഷ്യർക്ക് ഭോഗ സ്വർഗാപവർഗത ഭോഗങ്ങളെയും സ്വർഗത്തെയും അപവർഗത്തെയും എല്ലാം നൽകുന്നത് ആ ദേവി തന്നെയാണ്. ആരാധിതയായിട്ടുള്ള ആ ദേവി തന്നെയാണ് മനുഷ്യർക്ക് ഇഹത്തിൽ വേണ്ടതായ, ഈ ലോകത്ത് വേണ്ടതായ ഭോഗങ്ങളെ നൽകുന്നു. ഇനി സ്വർഗമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്വർഗം നൽകുന്നു. അല്ല മോക്ഷമാണ് വേണ്ടതെന്ന് വെച്ചാൽ മോക്ഷത്തെയും നൽകുന്നു. എല്ലതും അപവർഗം എന്ന് വെച്ചാൽ മോക്ഷം, ആ മോക്ഷത്തെ നൽകുന്നതും ആ ദേവി തന്നെയാണ്. ഭോഗങ്ങൾ, ഈ ലോകത്ത് വേണ്ട ഭോഗങ്ങൾ നൽകുന്നതും ദേവി തന്നെ, സ്വർഗത്തെ നൽകുന്നതും ദേവി തന്നെ, അപവർഗത്തെ നൽകുന്നതും ദേവി തന്നെ എന്നാണ്. ഇതി തസ്യ വച ശ്രുത്വാ സുരഥസ്സ മഹാനൃപ പ്രണിപത്യ മഹാഭാഗം തം ഋഷിം സംശ്രിതവ്രതം. ഇതി ഇപ്രകാരം തസ്യ വച ശ്രുത്വാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് സുരഥ സ മഹാനൃപ ആ രാജാവായിട്ടുള്ള സുരഥനും സുരഥൻ പ്രണിപത്യ മഹാഭാഗം മഹാഭാഗനായ ആ മഹർഷിയെ പ്രണിപത്യ നമസ്കരിച്ചിട്ട് തമൃഷിം ആ മഹാഭാഗനായിട്ടുള്ള തമൃഷിം ആ ഋഷിയെ പ്രണിപത്യ നമിച്ചിട്ട് സംശിതവ്രതം എല്ലാ സംശയങ്ങളും തീർന്നതായിട്ടുള്ള ആ ഋഷി, ആ ഋഷിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളതായിട്ട്, അല്ലെങ്കിൽ രാജാവിൻ്റെ സംശയങ്ങളെയെല്ലാം ഇല്ലാതാക്കി തീർത്തതായിട്ടുള്ള ആ മഹർഷിയെ വേണ്ട പോലെ നമിച്ചിട്ട് ഇനി നിർവിണ്ണോതി മഹത്മമത്വേന രാജ്യാപഹരണേന ച ജഗാമ സഖ്യം തപസേ സച വൈശ്യോ മഹാമുനി. ആ മഹാമുനിയും ആ വൈശ്യനും, രാജാവും ആ വൈശ്യനും സച വൈശ്യ ആ വൈശ്യനും ജഗാമ സഖ്യം തപസേ സഖ്യപർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പോയി എന്നുള്ളതാണ്. സഖ്യം ജഗാമ സഖ്യപർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പോയി. നിർവിണ്ണോതിമമത്വേന അതിമമത്വേന നിർവിണ്ണ അതിമമത്വം കൊണ്ട്, അതായത് ഈ ഭാര്യാപുത്രന്മാരോടും രാജ്യത്തിനോടും ഒക്കെ ഉള്ളതായിട്ടുള്ള അത്യധികമായ മമത്വം ഉണ്ടായിട്ടാണ്, വൈരാഗ്യം വന്നിട്ടാണ് അവരാദ്യം വന്നത്. അങ്ങനെ വന്നതായിട്ടുള്ള ആ രാജാവും വൈശ്യനും തപസ്സിനായിട്ട് സഖ്യപർവ്വതത്തിലേക്ക് പോയി എന്നാണ്. രാജ്യാപഹരണേന ച വൈശ്യൻ അതിമമത്വം കൊണ്ട് രാജാവ് രാജ്യാപഹരണേന ച രാജ്യം അപഹരിച്ചു എന്നുള്ളത്, ശത്രുക്കൾ കൊണ്ടുപോയി എന്നുള്ളത് ഒക്കെ നിർവിണ്ണന്മാരായി തീർന്ന ആ രാജാവും വൈശ്യനും അവസാനം ജ്ഞാനം വന്നതിന് ശേഷം അത് ഭജിക്കാനായിട്ട്, ദേവിയെ ഭജിക്കാനായിട്ട് തപസ്സിനായിക്കൊണ്ട് സഖ്യപർവ്വതത്തിലേക്ക് പോയി എന്നാണ്. ജഗാമ സഖ്യം തപസേ സച വൈശ്യോ മഹാമുനി സന്ദർശനാർത്ഥമമ്പായ നദീപുലിനമസ്ഥിത സച വൈശ്യസ്തപസ്തേപേ ദേവീ സൂക്തം പരം ജപൻ. സന്ദർശനാർത്ഥം അംബായാഹ സന്ദർശനാർത്ഥം അംബയെ ദർശിക്കുന്നതിന് വേണ്ടി, തപസ്സുകൊണ്ട് ദേവിയെ ദർശിക്കാൻ വേണ്ടി, അംബായാഹ സന്ദർശനാർത്ഥം അംബയെ സന്ദർശിക്കുന്നതിന് വേണ്ടി, അംബയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നദീപുളിനമാസ്ഥിത നദിയുടെ പുളിനത്തിൽ മണൽത്തട്ടിൽ ഇരുന്നു കൊണ്ട് സച വൈശ്യ അദ്ദേഹവും ആ വൈശ്യനും തപസ്തേപേ രണ്ടുപേരും തപസ് ചെയ്തു എന്നാണ്. തപഹ തേപേ തപസ് അനുഷ്ഠിച്ചു.
ദേവീസൂക്തം പരം ജപൻ, ദേവീസൂക്തത്തെ ജപിച്ചുകൊണ്ട്, ശ്രേഷ്ഠമായ ദേവീസൂക്തത്തെ ജപിച്ചുകൊണ്ട് രണ്ടുപേരും സഖ്യപർവ്വതത്തിൽ തപസ്സിനായിക്കൊണ്ട് ചെന്നു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണി നമോസ്തുതേ.